നമസ്തേ, എല്ലാവർക്കും ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മരണത്തെ മറികടക്കാനുള്ള ഉപനിഷത്തുക്കളിൽ പ്രതിപാദ്യമായ അഗ്നിവിദ്യയെക്കുറിച്ചാണ്. ഈ അഗ്നിചയനം എന്നാണ് ഇതിൻ്റെ പേര് ഉപനിഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, വേദങ്ങളിലെ പരമമായ അറിവിനെ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുക്കൾ എന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പലപ്പോഴും ഉപനിഷത്തുക്കൾ യജ്ഞയാഗാദികൾ ഉൾപ്പെടുന്ന കർമ്മകാണ്ഡത്തെ തള്ളിക്കളയുന്നു എന്ന തെറ്റുധാരണയും പലർക്കുമുണ്ട്. എന്നാൽ പല ഉപനിഷത്തുക്കളും വാസ്തവത്തിൽ കർമ്മകാണ്ഡത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബൃഹദാരണ്യകോപനിഷത്ത് ഇരിക്കുന്നത് യാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശതപഥ ബ്രാഹ്മണത്തിൻ്റെ അവസാന കാണ്ഡത്തിലാണ്. മാത്രമല്ല പല ഉപനിഷത്തുക്കളിലും പലപ്പോഴും യജ്ഞയാഗാദികളുടെ രഹസ്യാർത്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ച ധാരാളമായി കടന്നു വരുന്നതും കാണാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു ഭാഗം കഠോപനിഷത്തിലുണ്ട്. കഠോപനിഷത്ത് വളരെ പ്രസിദ്ധമാണ്. സ്വാമി വിവേകാനന്ദന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഉപനിഷത്ത് കൂടിയാണ് കഠോപനിഷത്ത്. നചികേതസ് എന്ന ബാലൻ്റെ കഥയിലൂടെയാണ് ഈ ഉപനിഷത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. നചികേതസിൻ്റെ അച്ഛൻ വാജശ്രവസ് ദാനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള വിശ്വജിത്ത് എന്നൊരു മഹായാഗം നടത്തുകയാണ്. യാഗത്തിൽ ദാനം ചെയ്യാൻ വാജശ്രവസ് തിരഞ്ഞെടുത്തത് അത്രയും ചാവാലി പശുക്കളെയാണ് എന്ന കാര്യം നചികേതസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കാരണത്താൽ അച്ഛൻ്റെ യാഗം ഗുണമല്ല, ദോഷമാണ് വരുത്തി വയ്ക്കുക എന്നുകൂടി നചികേതസിന് തോന്നി. അതുകൊണ്ട് അച്ഛനോട് ആവർത്തിച്ച് നചികേതസ് ചോദിച്ചു, അച്ഛാ, എന്നെ ആർക്കാണ് അച്ഛൻ ദാനം ചെയ്യാൻ പോകുന്നത് എന്ന്. ക്ഷമകെട്ട വാജശ്രവസ് ഒരിക്കൽ ദേഷ്യത്തോടെ പറഞ്ഞു, നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കും എന്ന്. അച്ഛൻ്റെ ആ ദാനമെങ്കിലും സത്യമാവട്ടെ എന്ന് കരുതി നചികേതസ് സ്വയം യമപുരിയിലേക്ക് യാത്രയാവുകയാണ്. യമദേവൻ അപ്പോൾ യമപുരിയിൽ ഉണ്ടായിരുന്നില്ല. 3 രാത്രികൾ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് ഭക്ഷണം ഉപേക്ഷിച്ച് നചികേതസ് യമനെ കാത്ത് അവിടെ ഇരുന്നു. യമൻ തിരിച്ചെത്തിയപ്പോൾ 3 രാത്രികൾ തന്നെ കാത്തിരുന്ന നചികേതസിനെ കണ്ട് മനസ്സലിവ് തോന്നിയിട്ട് 3 വരങ്ങൾ ചോദിച്ചു കൊള്ളാൻ യമൻ പറഞ്ഞു. നചികേതസ് ചോദിച്ച ആദ്യ വരം തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛൻ എന്നെ ശാന്തനായി സ്വീകരിക്കണം എന്നതായിരുന്നു. ഏത് മകനും അങ്ങനെയാണല്ലോ പറയാം. രണ്ടാമത്തെ വരം ഭൂമിയിലുള്ള എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, വാർദ്ധക്യത്തിൽ നിന്നും, മരണത്തിൽ നിന്നും എങ്ങനെയാണ് മോചിതനാവുക? ആ വിദ്യ അഗ്നിവിദ്യയാണെന്ന് കേട്ടിട്ടുണ്ട്. ആ അഗ്നിവിദ്യ എന്താണ്? അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് യമദേവൻ അഗ്നിചയനത്തിൻ്റെ, അതായത് അതിരാത്ര യാഗങ്ങളിൽ നടക്കുന്ന അഗ്നിചയനത്തിൻ്റെ രഹസ്യം നചികേതസിന് പറഞ്ഞു കൊടുക്കുന്നു. അതിരാത്ര സോമയാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് അഗ്നിചയനം. നിശ്ചിത എണ്ണത്തിലും ആകൃതിയിലും അളവിലുമുള്ള ഇഷ്ടികകൾ മന്ത്രപൂർവം അടുക്കി വെച്ചുകൊണ്ട് ഗരുഡൻ, കൂർമ്മം, രഥചക്രം തുടങ്ങിയ ആകൃതികളിലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുന്നതാണ് അഗ്നിചയനം എന്ന് പറയുന്ന പ്രക്രിയ. പക്ഷേ ഈ നിർമ്മിതികൾക്കും അതിൻ്റെ അളവുകൾക്കുമെല്ലാം ഉള്ളിൽ നിഗൂഢമായ നിരവധി രഹസ്യങ്ങളുണ്ട്. ഇതാണ് നചികേതസിന് യമദേവൻ പറഞ്ഞു കൊടുത്തത്. നമുക്ക് ഈ അഗ്നിചയനത്തെക്കുറിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. കാരണം വരുന്ന ഏപ്രിൽ മാസം 17 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ കോഴിക്കോട് കക്കോടിയിലുള്ള വേദമഹാമന്ദിരത്തിൽ വെച്ച് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ഈ പറഞ്ഞ ഉപനിഷത്തിൽ പറഞ്ഞ കഠോപനിഷത്തിൽ നചികേതസിന് യമൻ ഉപദേശിച്ചു കൊടുത്ത അഗ്നിചയനത്തോടു കൂടിയ അതിരാത്ര മഹായാഗം സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഏവർക്കും വരാം. അഗ്നിചയനം നേരിട്ട് കണ്ട് പഠിക്കുകയും ചെയ്യാം. അഗ്നിചയനത്തെക്കുറിച്ചും അതിരാത്രത്തെക്കുറിച്ചും നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അറിവുകളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായി പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കാൻ എല്ലാവർക്കും ഔത്സുക്യമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.